നമ്മൾ രാവിലെ കുളകപ്പാറ കയറാൻ പോവുകയാണ്. ജീപ്പിലാണ് പോകുന്നത്. റെഡിയായിട്ടുള്ള വെള്ളം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? ആദ്യം കുളകപ്പാറയായിരുന്നു ഫസ്റ്റ് പ്ലാൻ. പക്ഷെ മഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് അത് മാറ്റി. ഇപ്പൊ നമ്മള് മഞ്ഞപ്പാറ പോവാണ്. മഞ്ഞപ്പാറ അടിപൊളിയാ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ട്. മഞ്ഞപ്പാറയിൽ നമുക്ക് ക്ലൗഡ് ബെഡ് കാണാം. ബാക്ക് കണ്ടോ? നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേലേക്ക് കയറിയിട്ടില്ല. മേലേക്ക് കയറിയിട്ട് ബാക്കി കാണാം. വണ്ടി ഇവിടെ വെച്ച് എനിക്കൊന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഇതിന് ഹൈറ്റ് ഒന്നുമുള്ള സ്ഥലമല്ല. എന്നെപ്പോലെ ഭയങ്കര പേടിയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റും. അവിടെ ഇവിടെ എന്താണ് ഇങ്ങനെ അടക്കത്തോട്? ഇതാണ് മഞ്ഞപ്പാറയിലേക്കുള്ള വഴികൾ. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലും ഒരു സ്ലിംഗ് ബാഗും ഫോണും ഉണ്ട്. സ്റ്റിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാം. ക്ലൗഡ് ക്ലിയർ ആയി തുടങ്ങി. അതിന് മുന്നേ ടോപ്പിലെത്തണം. വെള്ളമില്ലാതെ എവിടെയും പോകാൻ പറ്റില്ല. നമ്മളൊരുവിധം ടോപ്പിലുണ്ട്. അപ്പോൾ കണ്ടോ, ക്ലൗഡൊക്കെ നീങ്ങിത്തുടങ്ങി. സൂര്യൻ ഉദിച്ചു കയറുന്നു. അയ്യോ, തളർന്നുപോയി. അവിടെ അവിടെ എത്തണം. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ്. അപ്പം നമ്മളെത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ബാക്കിയുള്ള മലകൾ വെച്ചിട്ട് കയറാൻ വളരെ എളുപ്പമാണ്. നമുക്കിതിൻ്റെ താഴെ വരെ ജീപ്പൊക്കെ കൊണ്ടുവരാം. കാറുണ്ട്. ഇപ്പം റോഡ് കുറച്ച് പൊളിഞ്ഞെടുക്കാണ്, സോ കാറ് പറ്റില്ല. പക്ഷേ ജീപ്പൊക്കെ കൊണ്ടുവരാം. പിന്നെ വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയറ് പിടിച്ച് കയറേണ്ടതും ഭയങ്കര സ്റ്റീപ്പായതുമായ കുറേ ടൈപ്പ് സ്ഥലങ്ങളാണ്. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. ഈസിയായി കയറാം. പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ഇതുപോലുള്ള ക്ലൗഡ് ബെഡും കിട്ടും. നമുക്ക് എപ്പോഴും ഈ ഭാഗ്യം ഉണ്ടാകാറില്ല. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലൗഡ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആ വലിയ ട്രക്ക് ഒഴിവാക്കി ഇവിടത്തേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭാഗ്യമുണ്ടേ. അപ്പം അങ്ങനെയാണ്. സ്ഥലം അമ്പലവയലിൻ്റെ അടുത്തുള്ള മഞ്ഞപ്പാറ.